എൻ്റെ ബാക്കിൽ കാണുന്ന വീട് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഇവിടെയാണ് 60-ാം വയസ്സിൽ 2 ഇരട്ടക്കുട്ടികളെ പ്രസവിച്ച ആ അമ്മ താമസിക്കുന്ന വീടാണ് ലളിത. അപ്പോൾ ഇന്ന് ഞാനിവിടെ വരാൻ കാരണം ആ അമ്മയുടെ ഹസ്ബൻഡ് നമ്മളെയൊക്കെ വിട്ടു പോയിട്ട് ഇപ്പം 16 ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അമ്മയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്ര ദുഃഖകരമായ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം ഇപ്പം കടന്നു പോകുന്നത്. കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ആളാണ് ഈ ഒരു കുടുംബത്തെ വിട്ടു പോയിരിക്കുന്നത്. വല്ലാത്ത ഒരു ദുഃഖകരമായൊരവസ്ഥയിലാണ്. അപ്പം 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, അറിയാലോ, 60-ാം വയസ്സിൽ ആ അമ്മ പ്രസവിച്ചത് ലോകം ഒട്ടുക്കും അറിഞ്ഞൊരു വാർത്തയായിരുന്നു. വൈറലായിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ ആ കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് UKG-യിലാണ്. അപ്പോൾ ഇനി ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ഒരു വിഷമകരമായൊരവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ കുടുംബത്തിൻ്റെ ഒരു അത്താണി എന്ന് പറയാനുള്ള ഒരാളാണ് ഇപ്പം ഇവരെ വിട്ട് പോയത്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇന്നത്തെ അടിയന്തരത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ 60-ാം വയസ്സിൽ 2 ഇരട്ടക്കുട്ടികളെ പ്രസവിച്ച നമ്മുടെ ലളിതേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്നിവിടെ ഞാൻ വരാനൊരു കാര്യമുണ്ട്. വളരെ വിഷമത്തോടു കൂടി ലളിതേച്ചിയുടെ ഭർത്താവ് അതിൻ്റെ അടിയന്തരമായിരുന്നു എന്ന് ആ ഒരു ആവശ്യത്തിലേക്കാണ് ഞാനിന്ന് ഈ വീട്ടിൽ വന്നത്. മക്കളെ നോക്കിയേ, എത്രയെല്ലാം മോൻ പഠിക്കണേ? UKG-യിലെത്തി അവര്. UKG-യിലെത്തി. ലളിതേച്ചിക്ക് ഒന്നും സംസാരിക്കാൻ വയ്യ. ആള് കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ അറിയാലോ, ഹസ്ബൻഡ് നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് നിന്ന ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ വിട്ടു പോകുമ്പോഴുള്ള ആ ഒരു വിഷമം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. താഴെ പിടിക്കും, എന്നാലും അതിലേക്ക് ആവും. ഇതാരിക്ക പറയേ, ആരിക്കാന്നൊന്ന് പറഞ്ഞേ. മറ്റേ ഭക്ഷണം ഉപയോഗിക്കാനുള്ള സ്ഥലം ചേർത്താണെങ്കിൽ അവിടെ ഭക്ഷണം ഇവിടെ നിർത്തമാണ്. ഇവിടെ നിർത്ത ശരിക്കും സൂട്ടാ ഒക്കെ ദൈവത്തിന്റെ നിശ്ചയാണ്. വിചാരിക്കോ കരണ്ട് വല്ലത് വരുത്തിയാലോ എപ്പോഴും പറയുന്നു. അതെ, വല്ലതും വന്നാൽ നിനക്ക് ഒരാളും കൊണ്ടുപോകാനുള്ള ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ല. വിഷമിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒന്നിരിക്കും. ഇവിടെ എന്തെങ്കിലും കരഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ആളില്ല. ബാ അങ്ങോട്ട് വാ, അവിടെ ഒന്നിരിക്കും. ആൾക്കാർക്കൂടെ മുമ്പിൽ ഇവിടെ ഇരുന്ന് കരയല്ലേ. ബാ ബാ, മക്കളുടെ കൂടെ ഇരിക്കുള്ളൂ. ഈ ഒരു വർത്താനം പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞില്ല. അവസാനം വന്നപ്പോ വാ വാ വാന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോവാ. ആസ്പത്രി പോയെങ്കിൽ ഒന്ന് ഇതായേനല്ലേ. ആസ്പത്രി പോയി അവര് മരുന്ന് ചെയ്ത് എന്തെങ്കിലും ഒരു രക്ഷപ്പെടുത്താണ്. ചിലപ്പോ നമ്മുടെ ആയുസ് അതുവരെ ഉണ്ടാവുള്ളൂ. അതായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മള് കൊണ്ടുപോയ
രക്ഷ കിട്ടുന്നു നമ്മള് അങ്ങനെ വരുന്നു നമ്മള് പ്രതീക്ഷിക്കണില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആടെ സമയം അത്രേ ഉള്ളൂ. അതെ. പതിനാറ് ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അവിടേക്ക് എന്തൊക്കെ വരച്ചേക്കണ്? ആ മത്തങ്ങ. അത് ഓറഞ്ച് കളറല്ലേടാ മത്തങ്ങക്ക് കൊടുക്കണ്ടേ? ചൊമ്പാരെങ്കിലും മത്തങ്ങക്ക് അടിക്കുവോ? തക്കാളി ആവും. പക്ഷെ തക്കാളിയുടെ ആ തണ്ട് ഇങ്ങനെ മുകളിലേക്കല്ലേ നിക്ക. റെഡി ആക്കിയാ? നേരെ വൈകി ചന്ദനത്തിരി എവിടെയാ നീ കണ്ടു തന്നെ? അതിന്റെ കുത്തണത് എവിടെയാ? ഒരു പാത്രം കൊടുത്തു അല്ലെങ്കിൽ തോത്തമുണ്ടെങ്കിൽ ഉറങ്ങേ